അപ്പം യെസ്, കമ്മിങ് ബാക്ക് ടു ദിസ് പേഴ്സണൽ ബ്രാൻഡിങ്, ഫൗണ്ടർ ബ്രാൻഡിങ്, വാട്ട് എവർ വി കോൾ ഇറ്റ്, അൾട്ടിമേറ്റ്ലി അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കൊടുക്കുക എന്നാണ്. വാല്യൂ കൊടുക്കണം. അതും ഇപ്പം നമ്മള് പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഫൗണ്ടർ ബ്രാൻഡിങ് ചെയ്യേണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പറയുന്നത് യു നീഡ് ടു ബി ഇൻ ഇൻസ്റ്റഗ്രാം, യു നീഡ് ടു ബി ഇൻ ലിങ്ക്ഡ്ഇൻ. ബട്ട് ഐ വുഡ് സേ two important points. One, you should start with WhatsApp status. I would, because see, ഇപ്പം നമ്മള് നിഖിൽ കാമത്തിന്റെ സെറോദന്റെ ഒരു കുറെ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്ത് അവരെ വെച്ചിട്ടുള്ള ഒരു പോഡ്കാസ്റ്റില് അവർ പറയുന്ന ഒരു നാസ് ഡെയിലി പറയുന്ന ഒരു ഫാക്ട് ഉണ്ട്. ഒരു ക്രിയേറ്റർ പോഡ്കാസ്റ്റ്. അതായത് എല്ലാത്തിനും ഗ്രാഫ് ഉണ്ട്, ലോകത്ത് എല്ലാത്തിനും ഗ്രാഫ് ഉണ്ട്. As a personal brand, you also have graph. Now what Instagram, what platforms will do is that they'll take you, they want you to grow, they'll take you to this level. ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് your contents becomes boring because you're doing the same thing. Correct. Now they want new faces. പ്ലാറ്റ്ഫോംസിന് പുതിയ ഫേസസ് ആൾക്കാരുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം എക്സൈറ്റിംഗ് ആവും, ഓഡിയൻസിന് എക്സൈറ്റിംഗ് ആവും. സെയിം ആൾക്കാരെ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് ബോറടിക്കും. സോ ദേ വാണ്ട് ടു കീപ് ദാറ്റ് പ്ലാറ്റ്ഫോം ആസ് എക്സൈറ്റിംഗ്. Now you have a graph which grows like this, same as everything. Here you will get stuck because you're not getting any more paid collab, you're not getting any more collaboration. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല നോർമലി, വിച്ച് യു മൈറ്റ് ഗെറ്റ് ത്രൂ അതർ ടേംസ്. ഓക്കെ, പിന്നെ നിങ്ങളെ ഫിനാൻസും ഇൻസ്റ്റേബിൾ ആണ്, അതായത് മന്ത്ലി ഇങ്ങനെ ഒന്നുമില്ല. Now this point is where you need to get prepared for. Okay, so ഈ പോയിന്റ് എത്തുമ്പോഴേക്കും യു നീഡ് ടു ഹാവ് പ്ലാറ്റ്യൂ അടിക്കുന്ന പോയിന്റ്. യു ഗ്രൂ ആൻഡ് then there's a plateau. അപ്പൊ ഈ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് യു മൈറ്റ് നീഡ് ടു ഹാവ് എ ബിസിനസ് ഐഡിയ ഓർ ദാറ്റ് കമ്മ്യൂണിറ്റിക്ക് സെല് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ, ഓർ ആ കമ്മ്യൂണിറ്റിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ യു നീഡ് ടു ഹാവ് ഹിയർ. ബിക്കോസ് ഫ്രം ദിസ് പോയിന്റ് യു നീഡ് an ഐഡിയ ടു ഗിവ് യു മണി. അതർവൈസ് ഇറ്റ്സ് നോട്ട്. ഐ മീൻ പ്ലാറ്റ്ഫോംസ് വിൽക്കൽ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഒരു കൺസെപ്റ്റ്, നമ്മളൊരു കാര്യങ്ങൾ, ഇപ്പൊ ഫൗണ്ടർ ബ്രാൻഡിങ് ആണെങ്കിൽ ആദ്യം നമ്മളെ കോണ്ടാക്ട്സിൽ ഒരു 400 ആൾക്കാർ ഉണ്ടാവും. ഓക്കെ, ആ 400 ആൾക്കാർ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ 400 is not 400. Each of them have 40-50 people in their core group. That is 4,000 or 40,000 people. So അവരെ അണ്ടറിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ഇന്നും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇന്നും കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് റെഫറൻസ്. ഞാൻ ഹാർഡ് കോർ ബിലീവറാണ്, കാരണം എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന 400 ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിലെ സ്ട്രേഞ്ചേഴ്സ് ആണ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, എന്നെ അറിയുന്ന 400 ആൾക്കാരുടെ മുമ്പിലാണ് ഞാൻ ആദ്യം ബ്രാൻഡ് ചെയ്യേണ്ടത്. ദേ ഷുഡ് സ്റ്റാർട്ട് ടെല്ലിങ് മൈ നെയിം, ദെൻ യു ഗോ ടു അതർ ഏരിയ. സെക്കൻഡ് തിങ് ഇസ്, ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ സേ ഇറ്റ്സ് കോണ്ടന്റ്, ഐ ഹാവ് ടു ഡു ദാറ്റ്, ഐ ഹാവ് ടു ഡു ദിസ്. ദ സിമ്പിൾ ടേംസ് വിച്ച് I do personal brand is document your professional journey. That's it. It's like you have a diary to document your personal journey. Every night you pen down something. But a professional journey il namukku oru divasam professional journey il nadakkathadayitte onnum undavilla. സംഭവം ഉണ്ടാവും, be it this podcast, be it anything. അതവിടെ എഴുതിയാൽ തന്നെ you have tons of content. ഒരിക്കലും ക്ഷാമല്ല. It is just that our brain is not working in that way.